ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവരുടെയും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയാണ് കേട്ടോ ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ വീഡിയോയാണ് കേട്ടോ ഇത്. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അപ്പം ഹോസ്പിറ്റലിൽ പോകുകയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം അതിൻ്റേതായ ഒരു രാവിലെയുള്ള ഒരു തിരക്കാണ് കേട്ടോ. അപ്പോൾ ചോറ് കൊണ്ടുപോകണമായിരുന്നു, അവർക്ക് ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് മത്തിയാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. അവന് വെച്ചാൽ ആങ്ങളൊക്കെ ഇച്ചിരി മീനും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചോറ് തിന്നാനുള്ളൊരു ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മീൻ രാവിലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മത്തിയാണ് കേട്ടോ ഇതിൽ വന്നത്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇതിന് മത്തി എന്ന് പറയും, ചില നാട്ടിലേക്ക് ഇതിന് ചാള എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിലേക്ക് മത്തി എന്നാട്ടോ പറയുക. അങ്ങനെ മത്തിയൊക്കെ റെഡിയാക്കി നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രാവിലെ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ്, അത് ഇന്ന് രാവിലെയാണ് വരുന്നത്. എൻ്റെ വീഡിയോൻ്റെ ടൈം എന്ന് പറയുന്നത് 9:10 കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മൾ മത്തി കുറച്ച് കറി വെക്കാനും കുറച്ച് വറക്കാനും ഒക്കെ കൂടിയായിട്ടാണ് കേട്ടോ മേടിച്ചത്. പക്ഷെ മേടിച്ച് കഴിഞ്ഞപ്പോഴാവത്തെ ഇത്രയും മേടിക്കണ്ടായിരുന്നു എന്ന് വിചാരിച്ചത്. കാരണം അത് നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ടാസ്ക് പിടിച്ച പരിപാടി വേറെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കിയ ഒരു കറിയാണ് കേട്ടോ. കാരണം ചേട്ടൻ വേഗം വരുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനതൊന്ന് സ്പീഡപ്പ് ആക്കിയതാണ്. കാരണം കുറച്ച് എണീക്കാൻ താമസിച്ച് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം കുട്ടിക്ക് വെച്ചാൽ ആങ്ങളയുടെ കുട്ടിക്ക് പനിയാണ്. അന്നേരം അമ്മേൻ്റെ അടുത്താട്ടോ നിൽക്കുന്നത് മോന്. ഇവർ രണ്ട് ഹോസ്പിറ്റലാണ്, ആങ്ങളെയും നാത്തൂനും ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ അമ്മേൻ്റെ അടുത്താണ് കുഞ്ഞുങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് അവൻ്റെ. അപ്പോൾ നോക്കുമ്പോൾ കുട്ടിക്ക് തീരെ വയ്യ, എന്നത്തേക്ക് നല്ല പനിയാണ് ചെറുതിന്. അപ്പോൾ അതിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ അമ്മേനെ കൊണ്ട് നടക്കില്ല അപ്പോൾ ഞാൻ തന്നെ പോകണമായിരുന്നു. അപ്പോൾ നമ്മുടെ ദേവുട്ടീനെ രാവിലെ ഏൽപ്പിച്ചിട്ട് എൻ്റെ കൂടെ ഒന്ന് ദോശ ചൂടാനും പൊറോട്ട ഉണ്ടാക്കാനും 2-3 പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചൂടാനൊക്കെ ആയിട്ട് വെറുതെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സർക്കസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളും പോയി. എന്താ പറയുക, പൊറോട്ട എടുത്തിട്ട് പറത്തി കളിക്കുന്നു. ഞാൻ മിക്കവാറും വിചാരിച്ചത് എന്താ വെച്ചാൽ അവളുടെ തലയിൽ കൊണ്ട് ഇരുത്തും അതെന്ന്. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിക്ക് അത് ചുട്ടെടുത്തു. സർക്കസാണ്, അനീത്തിയാണ് ഇപ്പോൾ അത്. നമ്മുടെ നന്ദൂട്ടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ആൾ. വീഡിയോ ക്യാമറാമാൻ എടുക്കുന്നത് നമ്മുടെ നന്ദൂട്ടിയാണ്. അപ്പം നമ്മുടെ മത്തിക്കറീൻ്റെ ഒപ്പം എന്തെങ്കിലും മത്തി വറുത്തത് മാത്രമായാൽ പോരല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ പയറും കൂടി ഒന്ന് ഉപ്പേരിയൊക്കെ ആക്കി. അപ്പം മത്തിക്കറിയും മത്തി മുളകിട്ടത് എന്ന് പറയൂലേ, മത്തിക്കറിയും അതുപോലെ തന്നെ പയറുപ്പേരിയും മത്തി വറുത്തതും കൂടിയായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ അവന് കൊണ്ടുപോയത്. അപ്പോൾ അവന് ഇച്ചിരി മീനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചോറ് തിന്നും, അതെനിക്ക് അറിയാവുന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ അതാണ് കിട്ടിയത്. പിന്നെ കുറച്ച് ചോറൊക്കെ നമ്മൾ കൊണ്ടുപോകാനുള്ള പാക്കിങ്ങും കാര്യങ്ങളും ആക്കി ചോറൊക്കെ നമ്മൾ പാത്രത്തിലേക്ക്. അവർ 2 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചോറെടുത്തു എന്നേ ഉള്ളൂ. അവർ 2 പേരേ ഉള്ളൂ കാര്യം. അപ്പോൾ അവർക്ക് 2 പേർക്ക്, നമ്മൾ അവിടുന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് കഴിക്കൂലല്ലോ. അപ്പോൾ അവർക്ക് 2 പേർക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ ആക്കി നമ്മൾ പിന്നെ നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ. പുൽപ്പള്ളിക്കാണ് പോയത്. പുൽപ്പള്ളിക്ക് പോയിന്ന് വെച്ചാൽ കൊച്ചിനെ കൂട്ടി, ഞാൻ പറഞ്ഞല്ലോ കൊച്ചിനെ കൂട്ടിയിട്ട് വേണമായിരുന്നു നമുക്ക്. മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോസ്പിറ്റൽ, അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അമ്മ വരുന്നവരമ്മ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അമ്മ വരുന്നത് വരെ ഞാനും ചേട്ടായും കൂടെ പോയി കാത്തുനിന്ന്. അതാണ് കേട്ടോ എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട് അതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ പെണ്ണാച്ചി അവളും പോരുകയാണ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പം അവളെയും കൂടെ ഞാൻ കൂട്ടി. കുഞ്ഞിന് സുഖമില്ലാതെ പനിച്ചിട്ട് കിടക്കുന്നതാണത്. വായിൽ ചെറിയൊരു ചുമപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് കാണിക്കണേ, ഞാൻ മാത്രമേ ഇപ്പോൾ തൽക്കാലം അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അവനെയും കൂട്ടി കൊച്ചിനെ, നമ്മുടെ ആദിമോളാണ് കേട്ടോ, എൻ്റെ ആങ്ങളയുടെ മൂത്ത കുട്ടിയാണത്. അപ്പം അവളെയും കൂട്ടി ഞാൻ പോന്നു. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരുന്നു പ്ലാന്. കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് അവരുടെ അടുത്ത് നിർത്താം എന്നുള്ളതായിരുന്നു. അല്ലാതെ ഒരു രക്ഷയില്ല, അവരെ മാറി നിന്നിട്ടില്ലായിരുന്നു കുട്ടി. അപ്പം മാറി നിൽക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു കേട്ടോ 2 ദിവസമായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട് പണി കഴിഞ്ഞിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പകുതി പണി എടുത്തിട്ടേ ഉള്ളൂ. അപ്പം ബാക്കി പണിയും കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ 2 മക്കളും കൂടെ ഉണ്ട്. ആങ്ങളയുടെ നമ്മുടെ മോനാണ് കേട്ടോ. അവന് തലയിൽ വെച്ചാൽ പനിയല്ലേ, പുതച്ച് മൂടിയിട്ടൊന്നും അവനത് പറ്റിയല്ല. അവനിങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, കാഴ്ചകളൊക്കെ കാണണം. കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ അവർക്ക് ഇങ്ങനെ തലയിൽ പുതപ്പിടുന്ന തൊപ്പി വെക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു വയൽ കണ്ടപ്പോൾ അവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നല്ല രസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്.
കാരണം കൊയ്ത്തും കാര്യങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ആ വണ്ടി കാണുന്നത് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യമൊക്കെ അല്ലേ എല്ലാവരും പോയിട്ട് ഇങ്ങനെ അരിവാളുകൊണ്ട് മുറിച്ചൊക്കെ എടുക്കുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം വേഗം മെഷീനിൽ എല്ലാ പരിപാടിയും വേഗം തീർക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ ഹോസ്പിറ്റലിലേക്കാണ്. അതിൻ്റെ ഇടയിൽ ഒന്ന് ഇറങ്ങി നിന്നേ ഉള്ളൂ. കാരണം നമ്മൾ 2 മണിക്കൂറോളം യാത്രയുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഒന്ന് ഇറങ്ങി നിന്നു വണ്ടിയിൽ നിന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പിന്നെ നേരെ നമ്മൾ ഒരു ഷോട്ട് ചാടി ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടി ഒബ്സർവേഷനിലായി. അവനാണെങ്കിൽ വേറെ റൂമിലും കുട്ടി ഒബ്സർവേഷനിലുമായി. അപ്പം 2 സ്ഥലത്തും അവൾ ഒറ്റയ്ക്ക് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ നിന്നിട്ട് പിന്നെ രാത്രിയാണ് കേട്ടോ പോകുന്നത്. അതാണ് ഇന്നലത്തെ ലൈവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എനിക്ക് വൈകിപ്പോയത്. അപ്പോൾ ചേട്ടായിക്ക് വർക്കുള്ളത് കൊണ്ട് തന്നെ ചേട്ടായി അതിൻ്റെ മുന്നേ പോന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബസ്സിന് പോരുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്